തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം മുറുകുകയാണ്. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. മലപ്പുറത്ത് UDF തൃണമൂൽ സഖ്യം. കരുളായി പഞ്ചായത്തിൽ സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDF പിന്തുണയോടെ 2 വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. കരുളായി പഞ്ചായത്തിലെ 10, 14 വാർഡുകളിലാണ് തൃണമൂൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. തൃണമൂൽ കോൺഗ്രസിന്റെ UDF മുന്നണി പ്രവേശന ചർച്ചകൾ നീളുന്നതിനിടയിലാണ് കരുളായിയിലെ സഖ്യം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി കരിമ്പ, അസോസിയേറ്റായി തൃണമൂൽ കോൺഗ്രസിനെ PV അൻവറിനെ ഒപ്പം കൂട്ടാം എന്നുള്ള ഒരു ധാരണയിലേക്കൊക്കെ എത്തിയെങ്കിലും അതൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇത് കരുളായിയിൽ പ്രാവർത്തികമാവുകയാണോ, പ്രാദേശികമായാണോ, അതോ നേരത്തെ തന്നെയുള്ള ധാരണകളുടെ തുടർച്ചയാണോ? പ്രാദേശികമായിട്ടാണ് ഇപ്പോൾ അത്തരമൊരു സഖ്യം വിജയിച്ചിരിക്കുന്നത്. നേരത്തെ എടവണ്ണ പഞ്ചായത്തിലും അതുപോലെ തന്നെ വഴിക്കാടും അടക്കം ചർച്ചകൾ നടന്നിരുന്നെങ്കിലും പലയിടത്തും അത് സീറ്റുകളുടെ എണ്ണത്തിലടക്കം തട്ടി തകർന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. മാത്രമല്ല പലയിടത്തും കോൺഗ്രസ് അതിനോട് വിമുഖത കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കരുളായിൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ കരുളായി പഞ്ചായത്തിലാണ്, ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരുളായി പഞ്ചായത്തിലാണ് ഇപ്പോൾ 2 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് കരുളായി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 10 കളംകുന്നിലാണ് UDF പിന്തുണയോടെ TMCയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി TP അയ്യൂബ് മത്സരിക്കുന്നത്. TP അയ്യൂബ് തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് കൂടിയാണ്. അതിനോടൊപ്പം തന്നെ കരുളായി പഞ്ചായത്തിൽ തന്നെ വാർഡ് 14 കരിന്താർ വാർഡിലും TMC പിന്തുണയ്ക്കുന്ന UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സാജിദ മഴക്കാർത്തിനെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്ന സവിശേഷതയും കൂടിയുണ്ട്. UDFിന്റെ മുന്നണി പ്രവേശനമായുള്ള PV അൻവറുടെ ചർച്ചകൾ ഇപ്പോഴും അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അതിപ്പോൾ നീളുന്ന സാഹചര്യമാണ്. പക്ഷേ പ്രാദേശിക തലത്തിൽ UDFുമായുള്ള ഒരു സഖ്യസാധ്യത വിജയിപ്പിക്കാൻ തൃണമൂലിന് സാധിച്ചിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. UDFിന് മറ്റിടങ്ങളിലൊക്കെ തന്നെ UDFിന് നിരുപാധിക പിന്തുണ കൊടുക്കാനാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തൃശ്ശൂർ ചേർന്ന യോഗത്തിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കരുളായിൽ ഇത്തരത്തിൽ UDFുമായ ഒരു സഖ്യം തൃണമൂൽ കോൺഗ്രസ് നേടിയിരിക്കുന്നു. എടവണ്ണയിൽ 2 വാർഡുകളിൽ ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ അന്തിമമായി അതിൽ സഖ്യത്തിലൊരു പ്രഖ്യാപനം നടത്താൻ UDFിന് തൃണമൂൽ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് അതിൽ വിമുഖത കാണിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ UDF പിന്തുണയോടുകൂടി തൃണമൂൽ മത്സരിക്കുകയാണ്. തൃണമൂൽ UDF ഒരു മുന്നണിയായി മത്സരിക്കുകയാണ് കരുളായിലെ 2 വാർഡുകളിൽ.